ഞാനിപ്പോൾ ഇവിടെ നിരത്തി വെച്ച ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മിനി ഫാർമസി നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും. നമ്മളെ ഉപ്പമാർ കുടിക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മമാർ കുടിക്കുന്നത്, അല്ലെങ്കിൽ വല്യമ്മ വല്യപ്പാരൊക്കെ ഉള്ള വീട്ടിൽ 50-60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മിനി ഫാർമസി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അതായത് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ എപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ പറയുള്ളൂ, നിങ്ങളെ തടി നോക്കിയിട്ടുള്ള പണിയൊക്കെ മതിയെന്ന്. ഞങ്ങൾ ആരോഗ്യം ഏതായാലും പോയി, നിങ്ങളെങ്കിലും ആരോഗ്യം നോക്കി എന്നുള്ളത്. കാരണം ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ കഴിക്കുന്ന മെഡിസിനാണ്. ഏകദേശം 13 മെഡിസിൻ, ഏകദേശം ഷുഗറിന് ഒരു 4 മെഡിസിൻ ഉണ്ട്, അതുപോലെ കൊളസ്ട്രോളിന് 2 ഉണ്ട്, ഹൈപ്പർ ടെൻഷന്, അതുപോലെ BPH, വൈറ്റമിൻസ്, അസിഡിറ്റി, അതുപോലെ ഹാർട്ടിനുള്ള ഗുളികൾ, പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിക്കുള്ളത്, അങ്ങനെ ഏകദേശം. പിന്നെ അതിൻ്റെ പുറമെ 2 ടൈപ്പ് ഇൻസുലിന്. അപ്പോൾ ഏകദേശം 12 ടാബ്ലറ്റും 2 ഇൻസുലിനും ഡെയിലി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നമ്മളടുത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയും, ഡോക്ടർമാരൊക്കെ പറയാറില്ലേ, നമ്മൾ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചിട്ടില്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും എന്നുള്ള ഇതിനുള്ള ഏറ്റവും ഉദാഹരണമാണ്. നമ്മുടെ വീടുകളൊക്കെ ഉണ്ടാവും. കാരണം ഇവരാരും പുറത്ത് പോയിട്ട്, പിന്നെ ഇവരെ നല്ല പ്രായത്തിൽ പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല. ഇവർ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ട് തന്നെ അവരൊക്കെ രോഗികളായി. അപ്പോൾ ഇനിയുള്ള തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ ഫുഡ് തീരുമാനിക്കുന്നത് ഇൻഫ്ലുവൻസർമാരാണ്, ഓരോ ഫുഡ് വ്ളോഗർമാരാണ്. ഒരാഴ്ചയും കാത്തിക്കാണ്, ഈ ആഴ്ച ഈ വീക്കെൻഡിൽ അവിടെ പോകണം, അതുപോലെ തന്നെ എവിടുന്ന് കഴിക്കണം ഒക്കെ തീരുമാനിക്കുന്ന വ്ളോഗേഴ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണമൊന്നും ഇപ്പോൾ നമുക്കൊന്നും പറ്റുന്നില്ല. ഞാനും പുറത്ത് പോയിട്ട് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു അവയർനെസ് ആണ്. നമ്മൾ ഫുഡ് മരുന്ന് പോലെ കഴിച്ചിട്ടില്ലെങ്കിൽ മരുന്ന് ഫുഡ് പോലെ കഴിക്കേണ്ടി വരും എന്നുള്ളതിന് ഏറ്റവും ഒരു സിമ്പിൾ ഉദാഹരണം നമ്മളൊക്കെ വീട്ടിലുണ്ടാവും. നമ്മുടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ മരുന്നിൻ്റെ പെട്ടി എടുത്ത് നോക്കിയാൽ മതി.